എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ എൽബിഎസിൻ്റെ ഒരു അപ്ഡേറ്റ്സ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ എല്ലാം ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അപ്ഡേറ്റ്സ് വന്നിട്ടുള്ളത് കറക്ഷൻ ടൈമാണ്. സോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ വിവരങ്ങളും എല്ലാ ഇൻഫോർമേഷൻസും എൽബിഎസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് 28-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അവർ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികളുടെയും സ്റ്റാറ്റസ് അവർ, അതായത് സർട്ടിഫിക്കറ്റ് അവർ പരിശോധിക്കും. എന്നിട്ട് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അവർ സ്റ്റാറ്റസിനകത്ത് അപ്ഡേറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള ടൈമാണ് 28-ാം തീയതിക്ക് ശേഷം തരുന്ന കറക്ഷൻ ടൈം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ അതിൽ കറക്ഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യണം. സെയിം സർട്ടിഫിക്കറ്റിന് അപ്ലോഡ് ചെയ്യരുത്. കറക്ഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം. അതേപോലെ മാർക്കെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് ആഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. സോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ വീഡിയോയിൽ കാണിക്കാം എങ്ങനെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. സോ നിങ്ങൾ ഗൂഗിളിൽ എൽ ബി എസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന സൈറ്റ് എൽ ബി എസിൻ്റെ സൈറ്റാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ വന്നിട്ടുള്ള, ഇപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് നോട്ടീസായിട്ട് വന്നിട്ടുണ്ടാവും. ലോഗിൻ ചെയ്യുക. അപ്പോൾ കുറേ കുട്ടികൾ രജിസ്റ്റർ ഐ ഡി എങ്ങനെയാണ് അത് കിട്ടിയിട്ടില്ല, അത് റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ റിക്കവറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ ഐ ഡിയും ചലാൻ നമ്പറൊക്കെ റിക്കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ നേരെ മുകളിൽ കാണുന്ന ലോഗിൻ ഐ ഡി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ അടിക്കാനുള്ളതും അതേപോലെ രജിസ്റ്റർ ഐ ഡി പാസ്വേഡൊക്കെ അടിച്ച് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ഇതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്. ഇതിപ്പോൾ വെരിഫിക്കേഷൻ സ്റ്റാറ്റസിൽ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിനകത്ത് മിസ്റ്റേക്സ് ഒന്നുമില്ല. മിസ്റ്റേക്സ് ഉള്ളവരത് അവിടെ റെഡ് മാർക്കിൽ ഓരോ എന്താണോ നിങ്ങൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. ഇതേപോലെ നിങ്ങൾക്ക് ഫോണിൽ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടത്. കറക്ഷൻസ് ചെയ്യുക, അതേപോലെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കരിയർ ഹെൽപ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അതിനകത്ത് റിപ്ലൈ തരാം. പിന്നെ പൊതുവേ കേരളത്തിലെ അലോട്ട്മെൻറ്റ്സ് എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോർമലി ഈ ഒരു സമയത്തൊക്കെ തന്നെയാണ് അലോട്ട്മെൻറ്റ്സ് വരുന്നതും റാങ്ക് ലിസ്റ്റ് വരുന്നതും. ഏകദേശം ഒരു ഒക്ടോബർ ഒക്കെ ആകുമ്പോഴാണ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് പൊതുവേ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ ആ ഒരു കാലയളവിലാണ് കേരളത്തിൽ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യൽ. അപ്പോൾ ഇത് പൊതുവേ നടക്കുന്ന ഒരു ഡിലേ ആണ്. അത് നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ആരെങ്കിലും കേരളത്തിന് പുറത്ത് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ നഴ്സിംഗോ പാരാമെഡിക്കൽ കോഴ്സുകൾക്കോ നിങ്ങൾ പുറത്ത് അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗൈഡ് ലൈൻസ് നമ്മൾ കരിയർ ഹെൽപ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡീറ്റെയിൽസും അതേപോലെ തന്നെ കോഴ്സ് ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ.